ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MG ടൈം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു വെണ്ടയ്ക്കക്കറിയാണേ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വെണ്ടയ്ക്കക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിനെ ഞാനിവിടെ 500 ഗ്രാം വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി ഇത് ഈ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മീഡിയം വലുപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ഒന്ന് രണ്ടായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക. കാഷ്യൂ നട്ട് ഒരു 25 എണ്ണം അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാതെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ അരച്ചെടുത്ത പേസ്റ്റ് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ചൂടായ ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ വെണ്ടയ്ക്കയുടെ ഒരു വഴുവഴുപ്പൊക്കെ മാറി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരും. അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് കറി വെക്കുന്നതെങ്കിൽ വെണ്ടയ്ക്ക ഇഷ്ടമല്ലാത്ത കുട്ടികൾ പോലും ഈ കറി കഴിക്കും. അപ്പം അടുത്ത പ്രാവശ്യം നിങ്ങൾ കറി വെക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് കറി വെച്ച് നോക്കണേ. ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആയപ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനിയിപ്പം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇനി ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 30-40 സെക്കൻഡ് വരെ പൊടിയുടെയൊക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറിയ ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ആ ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളിപ്പം ചേർത്ത് കൊടുത്തിരിക്കുന്ന പേസ്റ്റിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് കുറുകി ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിരുന്നാൽ മതി. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇത് ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആകാറായപ്പോഴത്തേക്കിന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ കസൂരി മെത്തി, 2 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനിയെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ചും കൂടെ തിക്കായിട്ട് വരുവാണെങ്കിൽ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിരുന്നാൽ മതി. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള വെണ്ടയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ക്രീമി ആയിട്ടുള്ള ഈ ഒരു വെണ്ടയ്ക്ക കറി ഇഷ്ടമായെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.